നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ മനസ്സിനെ മാറ്റാനുള്ള ഒരു സ്വിച്ച് പോലെ ഉപയോഗിക്കാൻ കഴിയുമോ? ഒരു വലിയ മീറ്റിങ്ങിന് തൊട്ട് മുമ്പ് ഹൃദയം ഇങ്ങനെ ടപ്പട്ട പോകുന്ന ഇടിച്ചാൽ, ഒരു സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് നമ്മുടെ കൈകൾ ഇങ്ങനെ തണുത്താലേ, ഒരു പ്രധാന ഫോൺ കോൾ ചെയ്യാൻ പോകുമ്പോൾ വയറ്റിലെന്തോ സംഭവിക്കുന്നത് പോലെ തോന്നിയാൽ നമ്മൾ സാധാരണ എന്താ പറയാ, എനിക്ക് പേടിയാവണം. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചോ, പേടി മനസ്സിൽ മാത്രമാണോ? അല്ല, ശരീരം മുഴുവനും അതിൽ പങ്കെടുക്കുന്നുണ്ട് അല്ലേ? ശരീരത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇവിടെയാണ് പുരാതന ഇന്ത്യൻ മാനസികമായിട്ടുള്ള പരിശീലനങ്ങളിൽ എന്നെ വളരെ ആകർഷിച്ച ഒരു വാതിൽ തുറക്കുന്നത്. മനസ്സിനെ നേരിട്ട് നിയന്ത്രിക്കാൻ കഴിയാത്തപ്പോൾ ശരീരത്തിലൂടെ മനസ്സിനെ സമീപിക്കുക. ഇതിന് ഉപയോഗിച്ച പ്രധാന വാതിലുകളിൽ ഒന്നായിരുന്നു ശ്വാസം. പുരാതന യോഗ പാരമ്പര്യത്തിൽ ഇതിന് ഉപയോഗിക്കാവുന്ന പ്രശസ്തമായിട്ടുള്ളൊരു പദമാണ് പ്രാണായാമ. ഇതിനെക്കുറിച്ച് പല ആത്മീയ വ്യാഖ്യാനങ്ങളുമുണ്ട്. പക്ഷേ ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ എന്നെ കൂടുതൽ ആകർഷിപ്പിക്കുന്നത് അതിൻ്റെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു ഭാഗമുണ്ട്. ശ്വസനത്തിൻ്റെ പാറ്റേൺ മാറുമ്പോൾ ശരീരത്തിൻ്റെ എറോസൽ സ്റ്റേറ്റിനെ സ്വാധീനിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഇവിടെയാണ് മോഡേൺ ഫിസിയോളജി വളരെ കൗതുകകരമായിട്ട് മാറുന്നത്. ആദ്യം നമ്മുടെ ശരീരത്തിലൊരു പ്രധാന സംവിധാനത്തെ നമുക്ക് പരിചയപ്പെടാം. ഓട്ടോണമസ് നെർവൽ സിസ്റ്റം. ലളിതമായി പറഞ്ഞാൽ, ഓരോ നിമിഷവും പ്രത്യേകം ആലോചിക്കാതെ തന്നെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കാൻ സഹായിക്കുന്ന നെർവസ് സംവിധാനം. ഹൃദയമിടിപ്പ്, ദഹനം, രക്തക്കുഴലുകളുടെ പ്രവർത്തനം, ശരീരത്തിലെ അലേർട്ട്നെസ് ഇവയുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങളിൽ ഇതിന് പങ്കുണ്ട്. ഇതിൽ സാധാരണയായി പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. സിമ്പത്തറ്റിക് നെർവൽ സിസ്റ്റം, അത് ശരീരത്തിൻ്റെ പ്രവർത്തനത്തിനും വെല്ലുവിളിക്കും തയ്യാറാക്കുന്ന സംവിധാനം. പിന്നെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, ശരീരത്തെ റിക്കവറി, റീസെറ്റ്, റെഗുലേഷൻ എന്നിവയിലേക്ക് കൊണ്ടുപോകുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന സംവിധാനം. ഇനി കൗതുകകരമായൊരു ഭാഗം ഇതെന്താണെന്ന് വെച്ചാൽ, ഹൃദയത്തോട് നേരിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല ഇപ്പോൾ പതുക്കെ ഇടിക്കൂ എന്ന്, അല്ലേ? നിങ്ങളുടെ നെർവൽ സിസ്റ്റത്തിനോട് നേരിട്ട് പറയാൻ കഴിയില്ല, ടെൻഷൻ ആവില്ല എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ കാം ഡൗൺ ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ബ്രീത്ത് നമുക്ക് ബോധപൂർവ്വം മാറ്റാൻ പറ്റും. അതുകൊണ്ട് ശ്വാസം ശരീരത്തിലെ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിനും കോൺഷ്യസ് കൺട്രോളിനും ഇടയിലുള്ള ഒരു അപൂർവ പാലം പോലെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണ് പുരാതന ശ്വസന പരിശീലനങ്ങളെ മോഡേൺ സയൻസിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൗതുകകരമായി തോന്നുന്ന ഒരു ഭാഗം. ഇനിയൊരു ബിസിനസ് സിറ്റുവേഷൻ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, നിങ്ങളൊരു വലിയ പ്രസൻറ്റേഷൻ നടത്താൻ പോകുന്നു, മുന്നിൽ പ്രധാനപ്പെട്ട ആളുകളാണ് ഇരിക്കുന്നത്, ശരീരം വളരെ അലേർട്ടായിട്ടുണ്ട്, ഹൃദയമിടിപ്പ് കൂടിയിട്ടുണ്ട്, ശ്വാസം വേഗത്തിലായിട്ടുണ്ട്. ഇവിടെ പലരും ചെയ്യുന്നൊരു തെറ്റെന്ന് വെച്ചാൽ മനസ്സിനോട് പറയും പേടിക്കരുത്. പക്ഷേ പേടിക്കുന്ന മനസ്സിനോട് പേടിക്കരുത് എന്ന് പറയുന്നത് പലപ്പോഴും വലിയ സഹായമാകില്ല. പകരം ശരീരത്തിന് നമുക്ക് മറ്റൊരു സിഗ്നൽ കൊടുക്കാൻ ശ്രമിക്കാം. അത് ശ്വാസം അകത്തേക്ക് എടുക്കുക, സൗകര്യപ്രദമായിട്ട് എടുക്കുക. പിന്നെ അകത്തേക്ക് എടുത്തതിന് ശേഷം അതിനേക്കാൾ അല്പം പതുക്കെ ഒന്ന് അമർത്തി പുറത്തേക്ക് വിടാം. ബലം പ്രയോഗിക്കണ്ട. ശ്വാസം പിടിച്ചു വെക്കലല്ല, വെറും പുറത്തേക്കുള്ള ശ്വാസം അല്പം ഒന്ന് നീട്ടിയിട്ട് ഒന്ന് നിശ്വസിക്കുക. ഇതൊരു മാജിക്കല്ല, അതൊരു മിസ്റ്റേക്ക് ട്രിക്കൊന്നുമല്ല. പക്ഷേ സ്ലോ ബ്രീത്തിങ്, പ്രത്യേകിച്ച് സൗകര്യപ്രദമായ ദീർഘമായ എക്സലേഷൻ ഉൾപ്പെടുന്ന രീതികൾ ചില സാഹചര്യങ്ങളിൽ ഓട്ടോണമിക് റെഗുലേഷനെ സഹായിക്കാമെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ടെൻഷൻ അടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രീത്ത് മാറിയിട്ടോ. അപ്പോൾ ആ ടെൻഷനും ആ ബ്രീത്തും കൂടി കണക്റ്റഡാണ്. ആ ബ്രീത്ത് ഉണ്ടെങ്കിലേ ടെൻഷൻ അടിക്കാൻ പറ്റുള്ളൂ. ബ്രീത്ത് മാറിക്കഴിഞ്ഞാൽ ഈ സ്വിച്ച് പോലെ ആ ടെൻഷനെ അത് റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കും. ഇവിടെ നമ്മൾ മറ്റൊരു പദം കൂടി അറിയണം, വേഗസ് നെർവ്. ബ്രെയിൻ സ്റ്റെമ്മിൽ നിന്ന് ശരീരത്തിലെ ഹൃദയം, ശ്വാസകോശം, ദഹന സംവിധാനം തുടങ്ങിയ പല ഭാഗങ്ങളുമായി ബന്ധപ്പെടുന്ന ക്രേനിയൽ നെർവ്. പാരാസിമ്പത്തറ്റിക് റെഗുലേഷനിൽ ഇതിന് വലിയ പങ്കുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ബ്രീത്ത് റെഗുലേഷൻ, ഹേർട്ട് റേറ്റ് വേരിയബിലിറ്റി, വേഗൽ ആക്ടിവിറ്റി തുടങ്ങിയ മേഖലകൾ ശാസ്ത്രലോകത്തും പഠിപ്പിക്കപ്പെടുന്നത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു പ്രത്യേക ശ്വാസം എടുത്താൽ വേഗസ് നെർവ് ആക്ടിവേറ്റ് ചെയ്ത് ജീവിതം മാറും എന്ന തരത്തിലുള്ള ഓവർ സിംപ്ലിഫിക്കേഷൻ വേണ്ട. മനുഷ്യ ശരീരം അതിലും സങ്കീർണമാണ്. നമുക്ക് വേണ്ടത് അത്ഭുത കഥയല്ല, പ്രയോഗിക്കാവുന്ന ഒരു അറിവാണ്. ഇനി ഇതിൻ്റെ പീക്ക് പെർഫോമൻസ് ഭാഗം നോക്കാം നമുക്ക്. ഹൈ പെർഫോമൻസ് എന്നത് എല്ലായ്പ്പോഴും കൂടുതൽ എനർജി ഉണ്ടാക്കുക എന്നല്ല. ചില സമയത്ത് എനർജി ഉയർത്തണം, എന്നാൽ ചില സമയത്ത് നമ്മൾ കാമാകണം. ചില സമയത്ത് നമ്മൾ വളരെ അലേർട്ടായിരിക്കണം, ചില സമയത്ത് നമുക്ക് റിക്കവറി വേണം. നിങ്ങളുടെ സ്റ്റേറ്റ് ആവശ്യത്തിനനുസരിച്ച് റെഗുലേറ്റ് ചെയ്യാനുള്ള കഴിവാണ് യഥാർത്ഥ പെർഫോമൻസ് സ്കിൽ. ഒരു സർജൻ ഓപ്പറേഷന് മുമ്പ്, ഒരു CEO വലിയൊരു നെഗോസിയേഷന് മുമ്പ്, ഒരു സെയിൽസ് പേഴ്സൺ ഇമ്പോർട്ടൻ്റ് പ്രസൻറ്റേഷൻ നടത്തുന്നതിന് മുമ്പ്, ഒരു സ്പീക്കർ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് അവർക്ക് ഇൻഫർമേഷൻ മാത്രം പോരാ, അവരുടെ സ്വന്തം നെർവൽ സിസ്റ്റം ആ ഇൻഫർമേഷൻ ഉപയോഗിക്കാൻ കഴിയുന്ന സ്റ്റേറ്റിലും കൂടി ആവണം. ഇല്ലെങ്കിൽ മൈൻഡ് ബ്ലാങ്ക് ആയാലും ചെയ്യാൻ പറ്റും.
ഞാൻ പേഴ്സണൽ മെൻറ്ററിങ്ങിൽ ഞാൻ ഇതിന് വളരെയധികം പ്രാധാന്യം നൽകുന്നത് ഒരു മനുഷ്യൻ ലക്ഷ്യം മാത്രം അറിഞ്ഞാൽ പോരാ. പ്രഷർ വന്നാൽ അയാളുടെ ശരീരം എങ്ങനെയാണ് പ്രതികരിക്കുക, എവിടെയാണ് എനർജി താഴുന്നത്, എവിടെയാണ് ആങ്സൈറ്റി ഉയരുന്നത്, എന്താണ് അയാളുടെ ഹാബിച്വൽ റെസ്പോൺസ്, സാധാരണയായിട്ട് അയാളുടെ റെസ്പോൺസ് എന്താണ്, ഇവ മനസ്സിലാക്കിയാൽ മാത്രമേ വ്യക്തിക്ക് യോജിച്ച പരിശീലനം രൂപപ്പെടുത്താൻ കഴിയൂ. കാരണം പീക്ക് പെർഫോമൻസ് തലച്ചോറിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല, അത് ബ്രെയിൻ, ബോഡി, നെർവൽ സിസ്റ്റം, ബിഹേവിയർ എന്നിവയുടെ കോർഡിനേഷനാണ്. ഇനി ഇന്നത്തെ പരിശീലനം എന്ന് പറഞ്ഞാൽ അടുത്ത തവണ ടെൻഷൻ വരുമ്പോൾ മാത്രം ഒരു കാര്യം ഓർക്കുക, ഒരു സാധാരണ ശ്വാസം അകത്തേക്ക് എടുക്കുക, പിന്നെ സൗകര്യപ്രദമായി അല്പം കൂടുതൽ പതുക്കെ അന്ന് അമർത്തി പുറത്തേക്ക് വിടുക. ഒരിക്കൽ അല്ലെങ്കിൽ 2-3 തവണ അത്രമാത്രം. പിന്നെ ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങളുടെ സ്റ്റേറ്റിൽ ഒരു ചെറിയ മാറ്റമുണ്ടോ. ഇത് വിശ്വസിക്കേണ്ട, ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് മതി. കാരണം പുരാതനമായിട്ടുള്ള തന്ത്രങ്ങളിൽ നിന്ന് നമുക്ക് എടുക്കേണ്ട ഏറ്റവും നല്ലൊരു സമീപനം ഇതാണ്. അന്ധമായിട്ട് സ്വീകരിക്കേണ്ട, അന്ധമായി തള്ളിക്കളയുകയും വേണ്ട. ഒന്ന് പരീക്ഷിച്ച് നോക്കുക, നിരീക്ഷിച്ച് നോക്കുക, ഉപകാരമുള്ളത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ശ്വാസത്തേക്കാൾ കൂടുതൽ സൂക്ഷ്മമായ ഒരു തന്ത്രത്തിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത വന്നാൽ അതിനെ തടയാതെ, അതിൽ നിന്ന് ഓടിപ്പോകാതെ ഒരു കൊണ്ട് അതിൻ്റെ ശക്തി കുറക്കാൻ കഴിയുമോ. പുരാതന യോഗ പാരമ്പര്യത്തിലെ വൃത്തി എന്ന ആശയത്തിൽ നിന്ന് തുടങ്ങി മോഡേൺ സൈക്കോളജിയിലെ മെറ്റാ അവെയർനെസ്, കോഗ്നിറ്റീവ് ഡിഫ്യൂഷൻ, ഡീസെൻറ്ററിങ് എന്നീ 3 അതിശക്തമായ ആശയങ്ങളിലേക്ക് നമുക്ക് പോകാം. അടുത്ത എപ്പിസോഡ് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഓരോ ചിന്തയെയും വിശ്വസിക്കേണ്ടതില്ല എന്നത് നിങ്ങൾ വെറും അറിയുകയല്ല, അത് അനുഭവിക്കാൻ തുടങ്ങുകയാണ്.